ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മുടെ നൂറയെ അനുമോദിക്കുന്നുണ്ട് ടിക്കറ്റ് ഫിനാലെ കിട്ടിയതിൻ്റെ പേര്. അവൾ ശരിക്കും ഡിസർവിങ് ആയിരുന്നു. അത്രയും കഷ്ടപ്പെട്ടാണ് ഓരോ ടാസ്കും ചെയ്തിരിക്കുന്നത്. അവളുടെ ആ എഫേർട്ട് എല്ലാ ടാസ്കിലും കാണാനുണ്ടായിരുന്നു. അപ്പം നൂറ താങ്ക്സ് പറയുന്നതായിട്ടൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. കറക്കും തളിക ടാസ്കിനെ കുറിച്ചാണ് ഇപ്പോൾ ലാലേട്ടൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷിനോട് ചോദിക്കുന്നുണ്ട്, കറക്കും തളിക ടാസ്കിൽ പോയി അത് ഫുള്ള് കറക്കി എടുത്തുകൊണ്ട് പോരുന്നോ? വട്ടം കറക്കി ഊരാൻ നോക്കിയപ്പോൾ തന്നെത്താനെ അങ്ങനെ ആയിപ്പോയതാണെന്നും ഇൻറ്റൻഷ്യലി ചെയ്തതല്ലെന്നും അനീഷേട്ടൻ പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇൻറ്റൻഷ്യലിയോ? സാബുമാനും അത് മൊത്തത്തിൽ ഇഞ്ഞ് ഊരിയെടുത്തോ? എനിക്ക് തോന്നുന്നു ലാലേട്ട അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരുന്നു. ആരുടെ? എൻ്റെയോ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അയ്യോ അല്ല എന്ന് സാബുമാൻ പറയുമ്പം ലാലേട്ടൻ പറയുന്നുണ്ട്, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എനിക്കുണ്ട്, പക്ഷെ അതിനില്ലായിരുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ഒന്നടങ്കം ചിരിപ്പിക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇത്. ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിലൂടെ ഷാനവാസിക്ക അകത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരൊക്കെയുണ്ട്? കമൻറ്റ് ചെയ്യണേ. ബിഗ് ബോസ് ഫൈനൽ 5 എത്താൻ ഡിസർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.